റാപ്പിഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ, 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ ഒക്കെ ഓടുന്ന വലിയ ട്രെയിനുകൾ വരുന്നു. ഹൈഡ്രജൻ ട്രെയിൻ വരുന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും മണിക്കൂറിൽ 400 കിലോമീറ്റർ വരെ ഓടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് വളരെ വലിയ തോതിൽ RRTSൻ്റെ ഒരു കൺസെപ്റ്റ് കിടപ്പുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിനെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ റെയിൽവേ ഒക്കെ കൊണ്ടുവരുന്നതിനും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടി കേരയിൽ പോലുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ഒരു തരം സ്വകാര്യവൽക്കരണമാണെന്ന് വെച്ചാണ്, എന്നാൽ ഒരു മിനി സ്റ്റേറ്റിന് അവകാശം കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റാണത് കേരയിൽ. അപ്പോൾ കേരള റെയിൽവേ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ്, ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് കേരയിൽ വന്നു ഇവിടെ. അപ്പോൾ അതിൽ അവരാണ് സിൽവർ ലൈൻ കൊണ്ടുവന്നുകൊണ്ട് കേരയിൽ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വന്നത്. കേരയിൽ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം വന്നു ഇവിടെ. പക്ഷേ കേരയിൽ വന്നില്ല കേട്ടോ. കേരയിൽ പോയി, മഞ്ഞക്കുറ്റി ഇട്ടു, മഞ്ഞക്കുറ്റിയൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോഴാണ് കേരയിലൊരു സിംഗിൾ ഗേജ്, ബ്രോഡ് ഗേജ് അല്ല, സിംഗിൾ ഗേജായിട്ടുള്ള അതൊരു ഒറ്റയ്ക്ക് പോകുന്ന സിംഗിൾ ഗേജാണ്, ബ്രോഡ് ഗേജ് അല്ല. അതായത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധമില്ല, ഒരിടത്തും ബന്ധപ്പെടാതെയാണ് സിംഗിൾ ഗേജായിട്ട് പോകുന്ന ഒരു ട്രെയിനായിട്ടാണ് വന്നത്, റെയിൽവേ ട്രാക്കായിട്ടാണ് വന്നത്. പക്ഷേ അത് കേരളത്തെ രണ്ടായി മുറിക്കുമെന്നും കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുമെന്നും അത് എക്കണോമിക്കലി ഫീസിബിൾ അല്ലെന്നും എൻവയോൺമെൻ്റലി അത് വലിയ ഡിസാസ്റ്റർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൊജക്റ്റ് പോയി, നടന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് വനം പരിസ്ഥിതി മന്ത്രാലയവും ധനവകുപ്പും ഒന്നും അതിന് അനുവാദവും കൊടുത്തില്ല. ക്ലൈമാറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റൊന്നും അനുവാദവും കൊടുത്തു, അത് പോയി, ചത്തു. UDF ഗവൺമെൻറ് വന്നപ്പോൾ UDF ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അത് അവർ വന്നാൽ നിർത്തുമെന്ന് പറഞ്ഞു. അവർ അത് പ്രോസസ്സ് ക്ലോസ് ചെയ്തു, മഞ്ഞ കുറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചെടുത്ത് അതിനു വേണ്ടി അക്വയർ ചെയ്ത സ്ഥലമല്ല ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ചത്തു. അപ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ വന്ന ഒരു വാഗ്ദാനം, അതായത് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ പറഞ്ഞു, താഴെ വാട്ടർ മെട്രോ, നടുക്ക് കേരയിൽ, മോളിൽ മറ്റേ മെട്രോ, വലിയ മെട്രോ, അങ്ങനെ മൂന്നും കൂടി എവിടെ സംഗമിക്കും? തൃക്കാക്കരയിൽ സംഗമിക്കുമെന്ന് പറഞ്ഞു. ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല, അവർ അവിടെ ഓട്ടൊന്നും ചെയ്തില്ല. ജനങ്ങൾ ഉമാ തോമസിനെയാണ് ജയിപ്പിച്ചത്. അവിടെ 2 പ്രാവശ്യം അവരാണ് ഇപ്പോൾ ജയിച്ചത്. അപ്പോൾ ഇതൊന്നും വന്നില്ല എന്നുള്ളതാണ് തമാശ. ഇപ്പോൾ എന്തായാലും കേരളിന് പകരം, അപ്പോൾ ഇത് കേരയിൽ അങ്ങനെ വന്ന് കേരളത്തിൽ ഡിസാസ്റ്റർ ഉണ്ടാക്കുമെന്നൊക്കെ വന്ന് പരിസ്ഥിതിവാദികളും എല്ലാവരും, വി ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനാണ്, അദ്ദേഹം റെയിൽവേയുടെ അവസാന വാക്കാണ് ഇന്ത്യയിൽ. ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ കണ്ടെത്തി കൊങ്കൺ റെയിൽവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു എഞ്ചിനീയർ മാത്രമായിരുന്നു, ഇന്ത്യൻ റെയിൽവേയിൽ ഒരു എഞ്ചിനീയർ മാത്രമായിരുന്നു. പക്ഷേ കൊങ്കൺ റെയിൽവേ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ടുപോയി. ഇന്ദിരാഗാന്ധി കൂടെ ഇരുത്തി ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ നേതാവായിരുന്നു, ലീഡറായിരുന്നു, ഈ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ. അവസാനം എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ അദ്ദേഹം ഉണ്ടാക്കി. പിന്നെ ഡൽഹി മെട്രോ തുടങ്ങി, പിന്നെ രാജ്യത്ത് എല്ലായിടത്തും മെട്രോകൾ തുടങ്ങി, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഉണ്ടാക്കി. അവരാണ് കേരളത്തിൽ മറ്റേ ഇതൊക്കെ തുടങ്ങിയത്, കൊച്ചി മെട്രോ ഒക്കെ തുടങ്ങിയത്. വലിയ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കി ഈ ശ്രീധരൻ അവർ. അവാർഡ് കിട്ടി, ദേശീയതലത്തിലൊക്കെ ഒരുപാട് അവാർഡൊക്കെ കിട്ടി. അദ്ദേഹം വീണ്ടും ഒരു പ്രൊജക്റ്റുമായി വന്നിട്ടുണ്ട്. മണിക്കൂറിൽ 160 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 160, 320, 160, 450 എന്ന് പറഞ്ഞാൽ കണ്ണൂർ വരെ ഒരു 3 മണിക്കൂർ കൊണ്ട് എത്താം. കാസർഗോഡ് വരെ നീട്ടുകയാണെങ്കിൽ 3.5 മണിക്കൂർ. ഇപ്പോഴാണെങ്കിൽ 12 മണിക്കൂർ എടുക്കും പോയി വരാൻ. കാസർഗോഡ് വരെ പോകാൻ 12 മണിക്കൂർ, തിരിച്ചൊരു 24 മണി, മറ്റേ 3-3.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താം. ഒരു 4-5 സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, ഇങ്ങനെ കണ്ണൂർ, ചിലപ്പോൾ തൃശ്ശൂർ, 5 സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂ. വന്ദേ ഭാരതൊക്കെ പോലെ വളരെ പറന്നു പോകുന്ന ട്രെയിനാണ്. അത് വരുന്നു എന്നാണ് കേൾക്കുന്നത്. RRTS തുടങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ശ്രീധരനുമായി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ശ്രീധരനെ ചിലപ്പോൾ അതിൻ്റെ അംബാസഡറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസറായിട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും പച്ചക്കൊടി കിട്ടാനും സാധ്യതയുണ്ട്. ഈ ശ്രീധരനെ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേ മന്ത്രിക്കും, IAS കാരനാണ് അദ്ദേഹം, അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ റെയിൽവേ ആയത്, അദ്ദേഹത്തിനും വലിയ കാര്യമാണ് ഈ ശ്രീധരനെ. എന്തായാലും പ്രധാനമന്ത്രിക്കൊക്കെ വലിയ കാര്യമാണ്. അങ്ങനെ ഈ ശ്രീധരൻ്റെ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അതിവേഗ റെയിൽവേ പാത കേരളത്തിൽ വരും കേട്ടോ, പക്ഷേ കേരളയിലല്ല കേട്ടോ. ഇതാണ് കേരളം കേൾക്കാൻ പോകുന്ന പാഠം. ഇനി അതിവേഗ റെയിൽവേ വരുമ്പോൾ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരെയും പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളെയും ഒക്കെ വിശ്വാസത്തിലെടുക്കുമോ, കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമോ, ഈ വിഷയങ്ങൾ പുറത്ത് നിൽപ്പുണ്ട്. അതോ പിണറായി വിജയൻ പറഞ്ഞതുപോലെ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവരെല്ലാം വികസന വിദ്രോഹികളാണ്, ഇവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുമോ, അത് തിരിച്ചു പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാലം കാത്തിരുന്ന് കാണാം. എന്തായാലും ഹരിത
മുഖ്യമന്ത്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹരിത MLA ആയിരുന്നു അദ്ദേഹം, ഹരിത മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പുതിയ പദ്ധതി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. RRTS കേരളത്തിലും വരുന്നു. അതിവേഗ റെയിൽവേ പാത ചിലപ്പോൾ അടുത്ത 5-10 വർഷം കൊണ്ട് കേരളത്തിൽ വരിക തന്നെ ചെയ്യും.